പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. സ്നേഹമുള്ള ക്രിസ്തുവിശ്വാസികളായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്നത്തെ ഈ ധ്യാനവേളയിൽ നാം വളരെ ഗൗരവമുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ദൈവനാമത്തിൽ സത്യം ചെയ്യുന്ന ഭരണാധികാരികൾ. ഒരു രാജ്യം ഉയരുന്നതും തകർന്നു പോകുന്നതും വെറും സാമ്പത്തിക ശക്തി കൊണ്ടല്ല. ഭരണാധികാരികളുടെ ഹൃദയത്തിൽ ദൈവഭയമുണ്ടോ എന്നതുകൊണ്ടാണ്. ഇന്ന് അധികാരമേൽക്കുന്നവർ ഭരണഘടനയുടെ പേരിൽ സത്യം ചെയ്യുന്നു, ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നു. എന്നാൽ ചോദ്യം ഇതാണ്, ആ സത്യം വെറും ഔപചാരികതയോ അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ നൽകിയ ഒരു വിശുദ്ധ ഉടമ്പടിയോ? തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവനാമം ഉച്ചരിക്കുന്നത് പോലും വിശുദ്ധമാണെന്നാണ്. അപ്പോൾ ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നത് എത്ര മഹത്തായ കാര്യമാണ് പ്രിയ ദൈവമക്കളെ. ദൈവനാമത്തിൻ്റെ വിശുദ്ധി എന്ന് പറയുന്നത്, സഹോദരങ്ങളെ, പഴയ നിയമത്തിൽ ദൈവനാമം അത്യന്തം വിശുദ്ധമായിട്ടാണ് അവർ കാണുന്നത്. യഹൂദന്മാർ ദൈവനാമം പോലും ഭയത്തോടെയാണ് അവർ ഉച്ചരിച്ചിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥാ എടുക്കരുത്. തൻ്റെ നാമം വൃഥാ എടുക്കുന്നവനെ യഹോവ ശിക്ഷിക്കാതെ വിടുകയില്ല എന്നാണ് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ നാം കാണുന്നത്. ദൈവനാമം ഉപയോഗിച്ച് ഒരു മനുഷ്യൻ സത്യം ചെയ്യുമ്പോൾ അവൻ വെറും ജനങ്ങളുടെ മുൻപിലല്ല, സ്വർഗത്തിൻ്റെ മുൻപിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് സഭ പഠിപ്പിക്കുന്നത്, സത്യമെന്നത് ഒരു ആത്മീയ ഉത്തരവാദിത്വമാണ്. ഇന്ന് ലോകത്തിൽ പലരും സത്യപ്രതിജ്ഞ ചെയ്യുന്നു, പക്ഷേ ചിലർ പിന്നീട് അഴിമതിയിലും അസത്യത്തിലും അനീതിയിലും നടക്കുന്നു. അപ്പോൾ ദൈവം ചോദിക്കുന്നു, എൻ്റെ നാമത്തിൽ സത്യം ചെയ്ത ശേഷം നീ എന്തുകൊണ്ട് അന്യായത്തിൽ നടന്നു? ഭരണാധികാരി ദൈവത്തിൻ്റെ ദാസനാണ്. വിശുദ്ധ പൗലോസ് റോമർക്കുള്ള ലേഖനത്തിൽ പറയുന്നു, ഭരണാധികാരി നിന്റെ നന്മയ്ക്കായിട്ടല്ലോ അവൻ ദൈവ ശുശ്രൂഷക്കാരനായിരിക്കുന്നത് എന്നാണ് റോമർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നാം കാണുന്നത്. എത്ര അത്ഭുതകരമായ വചനം! ഭരണാധികാരി വെറും രാഷ്ട്രീയ നേതാവല്ല, അവൻ ദൈവത്തിൻ്റെ മുൻപിൽ ഒരു ഉത്തരവാദിത്വമുള്ള ദാസനാണ്. അവൻ ജനങ്ങളെ സംരക്ഷിക്കണം, നീതിയെ ഉയർത്തണം, പാവപ്പെട്ടവരുടെ കണ്ണുനീർ കാണണം, അനീതിക്കെതിരെ നിലകൊള്ളണം. സോളമൻ രാജാവ് സിംഹാസനത്തിൽ ഇരുന്നപ്പോൾ സമ്പത്ത് ചോദിച്ചില്ല, ദീർഘായുസ്സും ചോദിച്ചില്ല. അവൻ ചോദിച്ചത്, നിന്റെ ജനത്തെ ഭരിക്കുവാൻ ജ്ഞാനമുള്ള ഹൃദയം ദൈവമേ എനിക്ക് നൽകണമേ എന്നാണ്. അതാണ് ദൈവഭയമുള്ള ഭരണാധികാരിയുടെ അടയാളം. സത്യപ്രതിജ്ഞ എന്ന് പറയുന്നത് അതൊരു ഉടമ്പടിയാണ്. സഭയുടെ പാരമ്പര്യത്തിൽ വാക്കിന് വലിയ വിലയുണ്ട്. വിവാഹത്തിൽ പ്രതിജ്ഞയുണ്ട്, വിശുദ്ധ മാമോദീസായിൽ പ്രതിജ്ഞയുണ്ട്, വിശ്വാസ പ്രഖ്യാപനമുണ്ട്, പൗരോഹിത ശുശ്രൂഷയിൽ പ്രതിജ്ഞയുണ്ട്. അതുപോലെ ഭരണാധികാരിയുടെ സത്യപ്രതിജ്ഞയും അതൊരു ഉടമ്പടിയാണ്. അവൻ പറയുന്നത്, ഞാൻ ജനങ്ങളെ വഞ്ചിക്കുന്നില്ല, ഞാൻ നീതിയിൽ നടക്കും, ഞാൻ നിയമം സംരക്ഷിക്കും. പക്ഷെ സത്യം ചെയ്ത ശേഷം അസത്യത്തിൽ നടന്നാൽ അത് വെറും രാഷ്ട്രീയ പരാജയം മാത്രമല്ല, അതൊരാത്മീയ വീഴ്ചയാണ് പ്രിയ ദൈവമക്കളെ. ദൈവഭയമില്ലാത്ത അധികാരം അതൊരു അപകടകരമാണ്. നീതിമാന്മാർ വർദ്ധിക്കുമ്പോൾ ജനം സന്തോഷിക്കുന്നു, ദുഷ്ടൻ ആധിപത്യം നടത്തുമ്പോഴോ ജനം നെടുവീർപ്പെടുന്നു എന്നാണ് സദൃശ്യവാക്യങ്ങൾ 29-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ നാം കാണുന്നത്. ഇന്നത്തെ ലോകത്തിലെ പല ദുരിതങ്ങൾക്കും കാരണം ദൈവഭയമില്ലാത്ത അധികാരമാണ്. അധികാരം സേവനമല്ലാതെ ആധിപത്യമായി മാറുമ്പോൾ ജനങ്ങൾ പീഡിപ്പിക്കപ്പെടും. അഴിമതി, അസത്യം, സ്വാർത്ഥത ഇവ രാജ്യം തകർക്കുന്നു. ദൈവത്തെ ഭയപ്പെടാത്ത നേതാവ്
ഒടുവിൽ മനുഷ്യരെയും ഭയപ്പെടുകയും. സഭയുടെ മക്കൾക്കായുള്ളൊരു പ്രാർത്ഥനയാണ്. സഹോദരങ്ങളെ, സഭ രാഷ്ട്രീയ പാർട്ടികളുടെ വേദിയല്ല. പക്ഷേ സഭ എപ്പോഴും രാജ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ഓരോ കുർബാനയിലും നാം പ്രാർത്ഥിക്കുന്നു, രാജ്യത്തിനും ഭരണാധികാരികൾക്കും സമാധാനം നൽകണമേ എന്ന്. എന്തുകൊണ്ട്? കാരണം നല്ല ഭരണാധികാരി ജനങ്ങൾക്ക് അനുഗ്രഹമാണ്. അതുകൊണ്ട് ഇന്നു നാം പ്രാർത്ഥിക്കുന്നു, ദൈവനാമത്തിൽ സത്യം ചെയ്ത ഭരണാധികാരികൾ തമ്പുരാനെ ദൈവഭയത്തിൽ നടക്കട്ടെ, സഭയെ മാനിക്കട്ടെ, വിശ്വാസികളുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കട്ടെ, പാവങ്ങളുടെ നിലവിളി കേൾക്കട്ടെ, അവർ സത്യത്തിൽ നിലകൊള്ളട്ടെ. ദൈവം അന്വേഷിക്കുന്നത് വിശ്വസ്തതയാണ്. ദൈവം അന്വേഷിക്കുന്നത് പൂർണ്ണതയല്ല, വിശ്വസ്തതയാണ്. ദാവീദ് വീണു, പത്രോസ് വീണു, പക്ഷേ അവർ മാനസാന്തരപ്പെട്ടു. ഭരണാധികാരികളും തെറ്റുകൾ ചെയ്യാം, പക്ഷേ അവർ ദൈവസന്നിധിയിൽ വിനയപ്പെടണം. ജനങ്ങളുടെ കണ്ണുനീർ കാണുന്ന ഹൃദയം അവർക്കുണ്ടാകണം. സഭയും രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ, സഭയുടെ ദൗത്യം ആത്മാക്കളെ രക്ഷിക്കുക എന്നതാണ്. രാജ്യത്തിന്റെ ദൗത്യം നീതി നിലനിർത്തുക എന്നതാണ്. ഇരുവരും ദൈവത്തിന്റെ മുൻപിൽ ഉത്തരവാദികളാണ്. ഒരു ഭരണാധികാരി സഭയെ മാനിക്കുമ്പോൾ രാജ്യത്തിൽ ആത്മീയ സമാധാനം വർദ്ധിക്കും. ക്രിസ്തീയ മൂല്യങ്ങൾ ഇല്ലാതാകുമ്പോൾ സമൂഹത്തിൽ ഇരുട്ട് വർദ്ധിക്കും. ഇന്നത്തെ തലമുറയ്ക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണിത്. ഇന്ന് പലരും സത്യത്തെ തമാശയാക്കുന്നു. വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുന്നില്ല. സത്യം രാഷ്ട്രീയ ആയുധമാകുന്നു. പക്ഷേ ദൈവം ഇന്നും ചോദിക്കുന്നു, നിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വാക്കുകൾ വിശുദ്ധമാണോ? സഹോദരങ്ങളെ, നാം നേതാക്കളെ വിമർശിക്കുന്നതിന് മുൻപ് നമ്മുടെ സ്വന്തം ജീവിതം പരിശോധിക്കണം. നമ്മൾ സത്യത്തിൽ നടക്കുന്നുണ്ടോ? ജനങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നല്ല നേതാക്കളെ തിരഞ്ഞെടുക്കുക ജനങ്ങളുടെ ഉത്തരവാദിത്വമാണത്. പണം, മതം, ജാതി, സ്വാർത്ഥത ഇവയുടെ അടിസ്ഥാനത്തിൽ മാത്രം തിരഞ്ഞെടുക്കുമ്പോൾ രാജ്യം ദുരിതത്തിലാകും. ദൈവഭയമുള്ള നേതാക്കൾക്കായി നാം പ്രാർത്ഥിക്കണം. സഹോദരങ്ങളെ, ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നത് ഒരു വിശുദ്ധ നിമിഷമാണ്. അത് വെറും നിയമപരമായ ഒരു ചടങ്ങല്ല, അത് സ്വർഗത്തിന്റെ മുൻപിലുള്ള ഉത്തരവാദിത്വമാണ്. ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, ദൈവനാമത്തിൽ സത്യം ചെയ്ത ഭരണാധികാരികൾക്ക് ജ്ഞാനവും വിവേകവും ദൈവഭയവും നൽകണമേ. അവർ സഭയ്ക്കും ജനങ്ങൾക്കും അനുഗ്രഹമായി. അവർ സത്യത്തിൽ നടക്കട്ടെ, അവർ നീതിയെ ഉയർത്തട്ടെ, അവർ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തും. കർത്താവായ യേശു ക്രിസ്തുവേ, ഈ രാജ്യത്തെയും ലോകത്തിലെ എല്ലാ ഭരണാധികാരികളെയും നീ അവിടുന്ന് ഓർക്കണമേ. ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നവർ സത്യത്തിൽ ഉറച്ചു നിൽക്കുവാൻ തമ്പുരാനെ അവർക്ക് കൃപ നൽകണമേ. അവരുടെ ഹൃദയങ്ങളിൽ നീതി നിറയട്ടെ. അവരുടെ ഭരണത്തിൽ രാജ്യങ്ങളിൽ സമാധാനമുണ്ടാകട്ടെ. സഭയും അതിലെ ജനങ്ങളും സുരക്ഷിതരാകട്ടെ. നിന്റെ വിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.